ഹായ് നമസ്കാരം. ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. ഞാൻ ഇപ്പോൾ വന്നേക്കെന്ന് വെച്ചാലേ, എനിക്കിന്ന് മോർണിംഗ് മുതൽ ഞാൻ എഴുന്നേറ്റ സമയം മുതൽ എന്തോ ഒരു വല്ലാത്തൊരു ഞാൻ ഒന്ന് സ്റ്റക്കായ പോലൊരു ഫീല്. എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് ചില ദിവസങ്ങൾ എൻ്റെ ലൈഫിൽ എനിക്ക് ഇങ്ങനെ ഒരു ഫീല് വരാറുണ്ട്. പക്ഷേ എനിക്ക് ആ ഫീല് തീരെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാരണം ഞാൻ മൊത്തത്തിൽ അങ്ങ് സ്റ്റക്കായി പോകും. സ്റ്റക്കായപ്പോഴും എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു ജോലി പോലും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. സീരിയസ്ലി പറയാം, ഒരു ജോലിയോ കാര്യങ്ങളോ ചെയ്യാൻ പറ്റത്തില്ല. കാരണം പെട്ടെന്നൊന്നും ആരും ഇല്ലാത്ത മാതിരി ഒരു ഫീല് വന്നുപോയി. എന്താണെന്നറിയില്ല അങ്ങനെ വന്നത്. കാരണം സാധാരണ മോർണിംഗ് ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റെ ജോലികളെല്ലാം ഞാൻ ചെയ്യുന്നതാണ്. വീട്ടിലെ ക്ലീനിങ്ങും കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഫുഡ് ഉണ്ടാക്കും. മോർണിംഗ് ഞാൻ പുട്ടുണ്ടാക്കി. പക്ഷേ എനിക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോലും എനിക്ക് കഴിക്കാനൊരു സുഖമില്ല. കഴിച്ചില്ല, ഞങ്ങൾ സത്യം പറഞ്ഞില്ല, ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചില്ല. പിന്നെ കുറച്ച് ചമ്മന്തി ഫ്രിഡ്ജിലിരിപ്പുണ്ട്, പിന്നെ തൈര് ഇരിപ്പുണ്ട്. ഇന്ന് അതൊക്കെ ചെയ്യാതെ മതി എന്ന് വെച്ചുള്ള രീതിയിൽ ഞാൻ ദേ ഇങ്ങനെ നടക്കുകയാണ്. പൊതുവേ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നൊരു വ്യക്തിയല്ല. പക്ഷേ ഇന്ന് ഞാനൊരു 50 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട്. മനസ്സിലെന്തോ വല്ലാത്തൊരു പ്രഷർ ഇരിക്കുന്ന മാതിരി, എല്ലാം കലങ്ങി മറിഞ്ഞ് കിടക്കുന്ന മാതിരി ഒരു ഫീല്. ഇനി അറിയില്ല ഗേസ്, സീരിയസ്ലി പറയാം, അറിയില്ല എന്താ ഇങ്ങനെയെന്ന്. എനിവേ, ഒരു മനുഷ്യൻ്റെ മാനസിക അവസ്ഥയെന്ന് പറയുന്നത്, അവരുടെ മനസ്സ് ശരിയല്ലെങ്കിൽ അവരെത്രത്തോളം ടെൻഷനാവും, ഇല്ലെങ്കിൽ അവരെത്രത്തോളം പെയിൻ അനുഭവിക്കുന്നത് എനിക്കിപ്പോൾ ഒരു ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇത്രയും സമയം ഞാൻ ഈ രാവിലെ നേരം വെളുത്തതേ ഇത്രയും സമയമായി. ഇത്രയും സമയത്തിൽ ഞാൻ അനുഭവിക്കാത്ത ടെൻഷൻ എന്താണെന്ന് എനിക്ക് എത്ര അങ്ങോട്ട് ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. എന്താ എനിക്ക് പറ്റിയെന്ന്. എനിവേ അറിയില്ല, ജീവിതമല്ലേ, എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരിക്കാം, അറിയില്ല. പക്ഷേ ഇന്ന് മോർണിംഗ് എഴുന്നേറ്റ പോലെ എൻ്റെ മൂഡ് ശരിയാ. മോൻസിനോട് അധികം സംസാരിച്ചില്ല. ഇന്ന് നൈറ്റ് ഉറങ്ങാൻ ഞാൻ ഒത്തിരി ലേറ്റായി. കാരണം എനിക്ക് ഇന്നലെ ഉറക്കം വരുന്നതേ ഇല്ല, നൈറ്റ് കിടന്നിട്ട് പോലും. മറ്റേ ഞാൻ സാധാരണ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിയാലും മോർണിംഗിൽ രാത്രി ഞാൻ നല്ലോണം ഉറങ്ങുന്ന ആളാണ്. പക്ഷെ മോർണിംഗ് ഞാൻ ഫ്രഷോടെ എണീക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എന്തോ ഇന്നലെ രാത്രി എനിക്ക് തീരെ ഉറങ്ങാനും പറ്റിയില്ല, ഉറക്കം അങ്ങോട്ട് ശരിയായില്ല. എന്തൊക്കെയോ ഒരു അലട്ടുന്ന മാതിരിയുള്ള ഒരു ഫീലിങ്സ്. അറിയില്ല എന്താ എന്തൊക്കെ വരാൻ പോകുന്നതെന്നും എനിക്ക് എന്തൊക്കെ പ്രശ്നം വരാൻ പോകുന്നതെന്നും അറിയില്ല. പിന്നെ നമ്മളെ മനസ്സിലാക്കുന്ന ആൾക്കാരൊന്നും എപ്പോഴും നമ്മുടെ കൂടെ കാണണമെന്നില്ലല്ലോ. പിന്നെ എല്ലാവരുടെ ലൈഫിലും ബിസിയാണ്. നമ്മളെ ഓർത്ത് എല്ലാവർക്കും ജീവിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇരിക്കാൻ പറ്റുമോ? അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ ഹോൾ കേട്ടോ. ചെറിയ ഹോളാണ്, കുഞ്ഞു ഹോള്. ഇവിടെ ഇരുന്നാണ് എല്ലാ വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടുന്ന് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഒരു 1 വീക്കിൽ 2 വീക്സോ എങ്ങാണ്ടായെന്ന് തോന്നുന്നു ഈ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങിയിട്ട് പോലും. പക്ഷെ ഞാൻ പുറത്തും അങ്ങനെ അധികം പോവാറില്ല, ഇവിടെ തന്നെയാണ്. എന്താണെന്നറിയില്ല ഗൈസ്, എന്തൊക്കെയോ സങ്കടം വരുന്ന മാതിരി. ഇതാണൊരു കുഞ്ഞു കിച്ചണാണ് കേട്ടോ. എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുഞ്ഞു കിച്ചൺ. എത്ര അങ്ങോട്ട് സന്തോഷിക്കണമെന്ന് വിചാരിച്ചിട്ട് സന്തോഷിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒന്ന് ലൈവിൽ പോകാമെന്ന് വിചാരിച്ച്. ലൈവിലാണെങ്കിൽ എനിക്ക്, കാരണം വെച്ചാൽ ഈ ലൈവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ എനിക്ക് അറിയില്ലല്ലോ. പക്ഷെ അത് ഒന്ന് ട്രൈ ചെയ്തു. പക്ഷേ നമ്മളെ ആർക്കും അറിയില്ലല്ലോ. പിന്നെ നമ്മൾ ലൈവിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാനാണ്? പിന്നെ ലൈവ് ഒരു മിനിറ്റ് പോലും എടുത്തില്ല, ഒറ്റ അങ്ങോട്ട് ചെന്ന് ഞാൻ നോക്കിയപ്പോൾ എന്താ ലൈവ് എല്ലാവരും ഓക്കെ എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓക്കെ ആക്കി വെച്ചു. പക്ഷെ ലൈവ് അങ്ങോട്ട് എനിക്ക് അത്ര സൂട്ടാവും തോന്നുന്നില്ല ലൈവ്. കാരണം ഇന്ന് വരെ ഞാൻ ഒരു ലൈവിലും പോയതായിട്ട് എനിക്കറിയില്ല. പണ്ട് ഫേസ്ബുക്കിൽ ഒരു പ്രാവശ്യം ലൈവ് പോയിട്ടുണ്ടായിരുന്നു, ആരുടെ ഇതിൻ്റെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അതൊരു ഒരു മിനിറ്റ് 2 മിനിറ്റ് എങ്ങാണ്ട്. അതിൽ കൂടുതൽ ലൈവിലൊന്നും പോയാൽ എന്നെക്കൊണ്ട് പറ്റില്ല. പക്ഷേ ഇപ്പം ഞാൻ യൂട്യൂബിൻ്റെ ലൈവ് നോക്കിയപ്പം പക്ഷെ കുറച്ച് മറ്റേ ഫേസ്ബുക്ക് പോലെ അല്ല, കുറച്ചും കൂടി ഈസിയാണ്. പക്ഷെ നമുക്ക് ആരെയും അറിയില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിന് ഒരിക്കലും ഞാൻ ലൈവിൽ വരുമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ ലൈവിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഞാൻ ഔട്ടാക്കി. എനിവേ, ഇതൊക്കെയാണ് ഇപ്പോൾ പറയാനുള്ളത്. മനസ്സിനകത്ത് എന്തോ ഒരു സംതിങ് ഉണ്ട്. പിന്നെ ചോറ് ദേ കുക്കറിൽ വെച്ചിട്ടുണ്ട്. എനിവേ അറിയില്ല, എന്തെങ്കിലും പ്രശ്നം കാണുമായിരിക്കാം മനസ്സിന്. നമ്മൾ മനുഷ്യരല്ലേ, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരും ജീവിതത്തിൽ. അതൊക്കെ തിരിച്ചറിവൊക്കെ ഉണ്ടപ്പോൾ എന്നാലും ഇടയ്ക്കും എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള മാതിരി ഒരു വേദന. ഇപ്പോൾ തന്നെ ഈ റൂമിൽ തന്നെ എത്ര പ്രാവശ്യം ഞങ്ങളോട് നടക്കണത്, അറിയില്ല എന്താ ഇങ്ങനെയെന്ന്.
പിന്നെ സൗമ്യ വിളിക്കാനാണെങ്കിൽ അവൾ ബിസി ആയിരിക്കും. പിന്നെ ഇന്ന് ശനിയാഴ്ച കുട്ടികളൊക്കെ കാണും, പുള്ളിക്കാരനോടെ കാണും, പിന്നെ അവർ ബിസി ആയിരിക്കും. ഫാമിലി ആയി അങ്ങനെ അവർ ബിസി ആയിരിക്കുമല്ലോ, എപ്പോഴും നമ്മളൊരു ഡിസ്റ്റർബ് ചെയ്യുന്നത് മോശമല്ലേ. അതുകൊണ്ട് അവളെയും വിളിച്ചില്ല. പിന്നെ വിളിക്കാൻ പറ്റിയ ഫ്രണ്ട്സൊന്നും എനിക്ക് അധികം ഇല്ല, അങ്ങനെ പറയാനാണെങ്കിൽ എടുത്ത് പറയാനും വിളിക്കാൻ പറ്റിയ ഫ്രണ്ട്സ്. പിന്നെ ബിന്ദു ഉണ്ട്, അത് എൻ്റെ യൂട്യൂബ് വഴിയാൻ എനിക്ക് പരിചയപ്പെട്ട കൂട്ടുകാരിയാണ്. പക്ഷെ അവളിപ്പോൾ ജോലിയിൽ ബിസി ആയിരിക്കും. അന്നേരം അതിനെയും വിളിച്ചിട്ട് ശല്യം ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തേക്കാം, കുറച്ച് പേരെങ്കിലും നിങ്ങളെന്നെ കാണുന്നെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ച്. എനിവേ അങ്ങനെ ഇരിക്കുന്നു. പിന്നെന്താ പറയുക, ഇപ്പോൾ രാവിലെ ഞാൻ പുറത്തോട്ടിറങ്ങിയ സമയത്ത് നമ്മുടെ അപ്പുറത്തെ ഞാൻ പറഞ്ഞില്ല ആൻറ്റിക്ക് ഇങ്ങനെ സുഖമില്ലാന്ന്, പുള്ളിക്കാരിക്ക് ഇങ്ങനെ ബോധം വരുന്നു പോകുന്നു എന്നൊക്കെ ആ ജോലിക്കാരി എന്നോട് പറഞ്ഞത്. അന്നേരം അവരുടെ മകൾ വന്നിട്ടുണ്ട്. മകൾ വന്നിട്ട് ഒരു മാസം ആവും തോന്നുന്നു. ആൻറ്റി ഇപ്പോൾ കിടന്നിട്ട് 10-25 ദിവസത്തിന് മേലെ ആയി. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരും അവിടുത്തെ ICUയിൽ തന്നെയാണ് കിടക്കുന്നത്. പക്ഷെ അതും കേട്ടപ്പോൾ ഒരു വിഷമമായിപ്പോയി. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ലല്ലോ ഓരോ ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ വരുമെന്ന്. അതും ഒരു വിഷമം. പിന്നെ അധികം പുള്ളിക്കാരുടെ അധികം സംസാരിച്ചിട്ടൊന്നുമില്ല, കൂടിപ്പോയ ഒരു 1-2 പ്രാവശ്യം മാത്രം. ചിലപ്പോൾ അതൊക്കെ കേട്ടതുകൊണ്ടായിരിക്കാം ഒരു വിഷമം, അവർക്ക് തീരെ വയ്യാന്ന്. ആ ഇളയ കൊച്ചിനെയും കൂടെ മറ്റേ ചോദിച്ചാൽ ആ കൊച്ചിനാണെങ്കിൽ ഒരു 2 മക്കളുടെ, ഒരു മോളല്ലേ USA-ൽ, മറ്റേ പെൺകൊച്ചിനാണെങ്കിൽ ഫുഡ് വരാതെ ചെവിയും കേൾക്കാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി. ചിലപ്പോൾ അതായിരിക്കാം, മേ ബി ആ കാര്യങ്ങളായിരിക്കാം എന്തോ. ഇപ്പം അതേ ബിന്ദു എന്നോട് ചോദിച്ചായിരുന്നു മഴ പെയ്യുന്നുണ്ടോ. ഇപ്പം അതേ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. സീരിയസ്ലി മനുഷ്യൻ്റെ മനസ്സ് പോലെയാണ് മഴ. മനുഷ്യനെപ്പം ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നു അല്ലെങ്കിൽ അങ്ങനെ വരുന്നത്, ഇപ്പം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുന്നത്. എനിക്ക് അങ്ങനെ ഫീലായിട്ടാ, അതുകൊണ്ട് പറഞ്ഞേ. പൊട്ടത്തരാണെന്നറിയാം, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. എനിവേ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, സമാധാനം. ഞാൻ ഇപ്പം നിങ്ങളല്ലേ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ. എങ്ങോട്ടെങ്കിലും അങ്ങ് പോകണമെന്ന് ചിന്തിക്കുന്നുണ്ട്, അതും പറ്റണില്ല, അതും വയ്യ. അതാണ് ഈ ആളെണ്ണകം ലൈഫിൽ നമ്മൾ വിരലെണ്ണാവുന്ന ആൾക്കാരായിക്കഴിഞ്ഞ ഒരു പ്രശ്നം. ഒത്തിരി പേരുണ്ടെങ്കിൽ വഴക്ക് കൂടുമെന്നേ ഉള്ളൂ, പക്ഷേ പ്രശ്നങ്ങൾ കാണത്തില്ല. ഈ വഴക്ക് കൂടിയാൽ അവർ പിന്നെ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും ഒന്നിച്ച് സ്നേഹത്തോടെ ഇരിക്കും. പക്ഷേ അതും നന്നായി. അങ്ങനെ വഴക്കുകളിലും പെട്ടെന്ന് സ്വരുമിക്കുന്ന ആൾക്കാരായിരിക്കണം, അല്ലാതെ വിദ്വേഷം വെച്ചുകൊണ്ട് പെരുമാറുന്ന വ്യക്തികളാവരുത്. കാരണം നമ്മളൊന്ന് പിണങ്ങി കഴിഞ്ഞാൽ നമ്മൾ തോന്നിയ ദിവസം പറയുന്ന രീതിയിലുള്ള മനുഷ്യരാവരുത്. ഒരു ചെറിയ പണക്കായാലും പറഞ്ഞപ്പോൾ തീർക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ, അല്ലാതെ എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരെ പോലെ ആവരുത്. ഇനി എന്താ കുക്കർ ഇങ്ങനെ ബിസിലടിച്ചുകൊണ്ടേ ഇരിപ്പുണ്ട്. ഞാൻ ഇപ്പോഴത്തെ ഒരു 10-15 പ്രാവശ്യം തന്നെ ഈ ഫോണും കൊണ്ട് ഞാൻ തെക്കോട്ടും മുടക്കോട്ടും ഇറങ്ങുന്നത്. ഈ ഇട്ടാവട്ടമാണ് എൻ്റെ ഫ്ലാറ്റ്. എൻ്റെ ലോകം എന്ന് പറയുന്നത് ഇത്രയാണ്. ഇതിനപ്പുറത്തോട്ടൊരു ലോകവും ഇല്ല. ഒരു ദിവസത്തേക്ക് പറയാറുണ്ട് പുറത്തൊക്കെ പോയി വീട്ടിൽ ചെയ്യും, അല്ലെങ്കിൽ ഫ്ലാറ്റിൻ്റെ താഴെ. എനിക്ക് അതൊന്നും താല്പര്യമില്ല പോയി ഇങ്ങനെ ഫ്ലാറ്റിൻ്റെ താഴെ പോയി വീഡിയോ ചെയ്യാൻ. പിന്നെ എന്താ പറയുക, ബോറിങ് ലൈഫ്. സീരിയസ്ലി പറയാം, ഭയങ്കര ബോറിങ്. ജീവിതത്തിൽ ഒന്നും ചെയ്യാനുമില്ല, ഒന്നും പറയാനുമില്ല, ഒന്നും എടുക്കാനുമില്ല. ചുമ്മാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന നമ്മൾ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊക്കെ ഒരു ഫീലിങ്സൊക്കെ വരുമ്പോൾ ഉണ്ടാവുന്നൊരു മാനസിക അസുഖം തന്നെ എന്ന് പറയാം, ഉള്ള സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെ പറയണം. എന്തോ ഒരു മാനസിക പ്രോബ്ലം എനിക്കുണ്ടോ എന്നൊരു ഫീല് സീരിയസ്ലി പറയാം. ശ്രീമാറിൻ്റെ കൈ അടയ്ക്കുന്നുണ്ടോ, ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് കൊണ്ടിരുന്നിട്ട് തന്നെ. ശരിയാവും. നമ്മളെ മനസ്സിലാക്കുന്ന ആരെങ്കിലുമൊക്കെ ഭൂമിയിലുണ്ടാവും, ഈ ലോകത്തുണ്ടാവും അല്ലേ. ഞങ്ങൾ എന്ത് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ വെക്കുക ഗേസ്. നിങ്ങളെ കൂടെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല സീരിയസ്ലി. ഇപ്പോൾ തന്നെ ഞാൻ തെക്കോട് നിങ്ങൾക്ക് തന്നെ ബോറായി, നിങ്ങളെപ്പോലും ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഞാൻ വെക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ ടാറ്റ.